4 ദിവസത്തിനിടെ 6000 രൂപയിലധികം വർദ്ധിച്ച് വലിയ കുതിപ്പ് നടത്തിയ സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം വീണ്ടും രൂക്ഷമായേക്കുമെന്ന സൂചന കഴിഞ്ഞ ദിവസമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാവുകയും ഡോളർ സൂചിക കുതിക്കുകയും ചെയ്തു. ഇതാണ് സ്വർണ്ണവില കുറയാനുണ്ടായ പ്രധാന കാരണം. എങ്കിലും ഇതേ രീതിയിൽ കാര്യങ്ങൾ തുടർന്നേക്കില്ലെന്നാണ് നിഗമനം. യുദ്ധത്തിനോടുള്ള ട്രംപിന്റെ താൽപര്യക്കുറവാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് സാമ്പത്തിക വിദഗ്ധരെ എത്തിച്ചിരിക്കുന്നത്. യുഎസിൽ സംഭവിക്കുന്ന ഏതൊരു മാറ്റവും കേരളത്തിലും പ്രതിഫലിക്കും. കഴിഞ്ഞ മാസം 23,000 പേർക്കാണ് യുഎസിൽ തൊഴിൽ നഷ്ടപ്പെട്ടതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കൂടുതൽ ആളുകൾക്ക് അമേരിക്കയിൽ തൊഴിൽ ലഭിക്കുമെന്ന വിദഗ്ധരുടെ പ്രവചനം ഉണ്ടായിരുന്നുവെങ്കിലും അതുണ്ടായില്ല. ജൂലൈ മാസത്തോടെ 83,000 പേർക്കെങ്കിലും ജോലി കിട്ടുമെന്നായിരുന്നു പ്രവചനമെങ്കിലും ജൂണിൽ വെറും 20,000 പേർക്കാണ് ജോലി ലഭിച്ചത്. ഇതോടെ രാജ്യത്തെ തൊഴിൽ രംഗം നേരിടുന്ന വൻ തകർച്ച വ്യക്തമാണ്. ഒപ്പം യുഎസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടുത്ത കാലത്തൊന്നും അടിസ്ഥാന പലിശ നിരക്കിൽ മാറ്റം വരുത്താൻ പോകുന്നില്ലെന്ന സൂചനകളും ശക്തമാണ്. ഇത് യുഎസ് സർക്കാരിന്റെ ട്രഷറി ഈൽഡ് താഴേക്ക് പതിക്കുന്നതിന് കാരണമാവുകയും യുഎസ് ഡോളർ സൂചിക 0.33% ഇടിഞ്ഞ് 99.6 എത്തുകയും ചെയ്തു. ഡോളറിൽ സംഭവിക്കുന്ന തകർച്ച സ്വർണ്ണത്തിന്മേലുള്ള ഡിമാൻഡ് സ്വാഭാവികമായി വർദ്ധിപ്പിക്കും. ഡോളർ തകർച്ച വഴിയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സ്വർണ്ണത്തിന്റെ വാങ്ങൽ നിരക്ക് ഉണ്ടാകുന്നത്. അവസരം മുതലെടുത്ത് കേന്ദ്ര ബാങ്കുകളും വൻതോതിൽ സ്വർണ്ണത്തിന്റെ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുന്നതോടെ സ്വർണ്ണവില ഉയരാൻ കാരണമാകും. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം ഏതാണ്ട് അവസാനിച്ചുവെന്ന സൂചനയാണ് സ്വർണ്ണവിലയിൽ വൻ വർധനവ് വരുത്താൻ കാരണമാകുന്നത്. വെറും 4 ദിവസങ്ങൾ കൊണ്ട് 5,000 രൂപയ്ക്ക് മുകളിലാണ് ഒരു പവൻ സ്വർണ്ണത്തിന് വില ഉയർന്നത്. ഇനിയും വില വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ നൽകുന്നത്. ക്രൂഡ് ഓയിൽ വില താഴേക്കിറങ്ങുന്നത് സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് ഉയർത്തുകയും വില വർദ്ധിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ സ്വർണ്ണത്തിന്റെ വില 1.5 ലക്ഷത്തിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.